നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസം തികച്ചുണ്ടായില്ല. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അടവുകൾ 18 തികയാതെ മുന്നണികൾ പുതിയ അടവുകൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ സംഭവങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുന്ന തിരക്കിലാണ് മുന്നണികൾ ഓരോന്നും. ഓരോ പാർട്ടിയിൽ നിന്നും അടർത്തിയെടുക്കാൻ പറ്റുന്നവരെ എല്ലാം അടർത്തിയെടുക്കാൻ പാർട്ടികൾ ഓരോന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് BJPയും UDFുമാണ്. മുൻകാലങ്ങളിൽ CPMലേക്കാണ് ഒഴുക്കുണ്ടാകാറുള്ളതെങ്കിലും ഇത്തവണ അത് കുറവാണ്. ആരെയും പ്രകോപിപ്പിക്കാതെ തികച്ചും സംയമനത്തോടെ സംസാരിക്കാനും പെരുമാറാനും നേതാക്കൾ നന്നേ ശ്രമിക്കുന്നുണ്ട്. അതാണ് കവി സച്ചിദാനന്ദന്റെ അഭിപ്രായത്തോടുള്ള MB ഗോവിന്ദന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. മുൻപായിരുന്നെങ്കിൽ കല്ല് പിളർക്കുന്ന മറുപടികൾ ഗോവിന്ദൻ മാഷിൽ നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. CPM യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ അടുക്കുന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. 3ാം ഭരണം ഉറപ്പിച്ചിരുന്നെങ്കിലും അതത്ര എളുപ്പമല്ലെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. ലേലുവല്ലുപാടി വീടുകളിൽ കയറിയിറങ്ങിയെങ്കിലും അതത്ര ഏറ്റില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഏത് അടവ് പ്രയോഗിച്ചാണെങ്കിലും ഭരണം തുടർന്നേ പറ്റൂ എന്ന നിലപാടിലാണ് പാർട്ടി. ഇത് തിരിച്ചറിഞ്ഞാണ് UDFും അടവുകൾ പുറത്തെടുക്കുന്നത്. CPMലെ അസംതൃപ്തരെ അടർത്തിയെടുക്കാനാണ് അവരുടെ ശ്രമം. ഇതിനൊരു ആവേശം പകർന്നത് ഐഷ പോറ്റിയാണ്. തുടർന്ന് സുരേഷ് കുറുപ്പ്, പിരപ്പൻകോട് മുരളി എന്നിവരെയൊക്കെ സമീപിച്ചെങ്കിലും അവരൊന്നും അടുക്കുന്ന മട്ടില്ല. എന്നാൽ PK ശശി UDFിനോട് അടുക്കുന്ന ലക്ഷണമാണ് വെളിവാക്കുന്നത്. KTDC ചെയർമാനാണെങ്കിലും നിലവിൽ ശശി പാർട്ടി ബ്രാഞ്ച് അംഗം മാത്രമാണ്. ഇതിൽ ശശി അസംതൃപ്തരാണ്. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതുമാണ്. പാലക്കാട് ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള ശശി പാർട്ടിയിൽ നിന്ന് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ CPMും നടത്തിക്കൊണ്ടിരിക്കുന്നു. ശശിയും VSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷും UDFിലെത്തിയാൽ CPMന്റെ പാലക്കാടൻ കോട്ട പൊളിക്കാമെന്നാണ് UDFിന്റെ ധാരണ. KPCC നേതൃത്വം പലതവണ സുരേഷിനെ കണ്ടെന്ന് സുരേഷ് തന്നെ വെളിപ്പെടുത്തി. CPM പ്രതീക്ഷിക്കാതിരുന്ന ഒരു നടപടിയായിരുന്നു ഇത്. അപ്രതീക്ഷിതമായ സംഭവം CPMനെ വല്ലാതെ നടുക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി പതറി നിന്നില്ല. തിരിച്ചടിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. പരേതനായ VSന്റെ മകൻ അരുൺകുമാറിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കുന്നതിനെ പറ്റി പാർട്ടി ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്നും പിന്മാറിയിരുന്നു. കായംകുളത്തോ മലമ്പുഴയിലോ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു അന്ന് പാർട്ടി ആലോചിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പാർട്ടി പുനരാലോചനയിലാണ്. സുരേഷ് UDF സ്വതന്ത്രനായി മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായാൽ അരുൺകുമാറിനെ LDF സ്ഥാനാർത്ഥിയായി അവിടെ അവതരിപ്പിച്ച് കോട്ട കാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നറിയുന്നു. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ സുരേഷ് പിന്മാറുമെന്നും പാർട്ടി കരുതുന്നത്. മുഖ്യമന്ത്രി ഒഴിച്ച് മറ്റാർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിന് ഇളവ് നൽകിയിരുന്നില്ല. 2 ടേമും പ്രായവും പാർട്ടി അന്ന് കർശനമായി പാലിച്ചിരുന്നു. എന്നാൽ നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിബന്ധനകളിൽ നിന്ന് എല്ലാം പിന്മാറാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് അറിവ്. ഇതിന് പ്രകാരം ടേം ഇളവ് നൽകാനും പ്രായമാനദണ്ഡം ആക്കേണ്ടതില്ലെന്നുമാണ് പാർട്ടിയുടെ തീരുമാനം. തുടർച്ചയായ 3ാം തവണയാണ് ശൈലജ ടീച്ചർ മത്സരിക്കേണ്ടത്. മുൻ നിബന്ധന അനുസരിച്ചാണെങ്കിൽ ഇത്തവണ കളത്തിലിറങ്ങാൻ ശൈലജ ടീച്ചറിനാവില്ല. എന്നാൽ ശൈലജ ടീച്ചർ മത്സരരംഗത്തെ 2ാം സ്ഥാനക്കാരിയായി ഇത്തവണ ഉണ്ടാകുമെന്നാണ് അറിവ്. താനും ഭാര്യയും മത്സരരംഗത്തുണ്ടാകില്ലെന്ന് AK ബാലൻ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ബാലനെയും മത്സരരംഗത്തിറക്കിയേക്കും. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ എന്നീ ജയരാജത്രയവും ഇത്തവണ മത്സരരംഗത്ത് കാണുമെന്നറിയുന്നു. BJP ഭീഷണി ഉയർത്തുന്ന കായംകുളത്ത് G സുധാകരനെയും അരൂരിൽ തോമസ് ഐസക്കിനെയും പാർട്ടി പരിഗണിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കോട്ടയത്ത് മത്സരിക്കാൻ സുരേഷ് കുറുപ്പിനുമേൽ സമ്മർദ്ദം കൂടുന്നതായും അറിയാൻ കഴിഞ്ഞു. എന്നാൽ കുറുപ്പ് ഇതുവരെ സമ്മതം മൂളിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ജനസമ്മതിയുള്ള MLAമാരെ എല്ലാം നിലനിർത്തി അവരോടൊപ്പം പഴയ പടക്കുതിരികളെയും ശേഷിക്കുന്ന സീറ്റുകളിൽ ചില്ലറ പൊതു സ്വതന്ത്രന്മാരെയും രംഗത്തിറക്കി 3ാം ഭരണം പിടിച്ചെടുക്കാനാണ് പാർട്ടി അണിയറയിൽ കരുക്കൾ നീക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടയുള്ളൂ എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.